അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഫസ്ബിർ സബ്റൻ ജമീല. ചെറിയൊരായത്താണ്, പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, പഠിപ്പിക്കുന്നത് വലിയ കാര്യമാണ്. ഫസ്ബിർ സബ്റൻ ജമീല, ഭംഗിയായി ക്ഷമിക്കുക എന്നാണ്. അഥവാ സുദീർഘമായ കാലയളവ് ക്ഷമിക്കുക. എത്ര കാലം ക്ഷമിക്കേണ്ടി വന്നാലും. അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം രോഗബാധിതനായി കിടന്നു, പക്ഷേ അദ്ദേഹം ധാരാളമായി ക്ഷമിച്ചു. ക്ഷമകേട് കാണിക്കുന്ന ഒന്നും അദ്ദേഹത്തിൽ നിന്നുണ്ടായില്ല. വർഷങ്ങളോളം രോഗിയായി കിടന്നിട്ടും. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്കും സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമക്കും വർഷങ്ങളോളം മക്കളുണ്ടായിരുന്നില്ല, പക്ഷെ അവർ ഭംഗിയായി ക്ഷമിച്ചു. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം 950 വർഷക്കാലം പ്രബോധനം ചെയ്തു. 950 കൊല്ലം ആ സമൂഹം വളരെ മോശമായ നിലക്ക് അദ്ദേഹത്തോട് പെരുമാറി. എങ്കിലും അദ്ദേഹം സുദീർഘമായ കാലയളവ് ക്ഷമിക്കുകയുണ്ടായി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറയുന്നത് പോലും. ലോകത്ത് ഏറ്റവും കടുത്ത പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടത് അമ്പിയാക്കളുടെ കൂട്ടത്തിൽ ഞാനാണ് എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഫസ്ബിർ, ക്ഷമിക്കുക. എങ്ങനത്തെ ക്ഷമ? സബ്റൻ ജമീല, ഭംഗിയായി ക്ഷമിക്കുക, മനോഹരമായി ക്ഷമിക്കുക. ക്ഷമക്ക് അതിൻ്റെതായൊരു ബ്യൂട്ടി ഉണ്ട്. ആ നിലക്ക് ക്ഷമിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഞാനും നിങ്ങളും അങ്ങനെ ക്ഷമിക്കാൻ തയ്യാറായാൽ നമ്മുടെ ജീവിതത്തിലും ആ ഒരു ഭംഗി ഉണ്ടാകും. നമ്മുടെ കാഴ്ചപ്പാടുകളിൽ ഒരു ഭംഗി ഉണ്ടാകും. പരലോകത്തെ പ്രതിഫലത്തിന് അതിനേക്കാൾ ഭംഗി